നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശന വേളയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ പുനർനിർമ്മിച്ച TU-160M അഥവാ വൈറ്റ് സ്വാൻ എന്ന തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറുന്നതിനെക്കുറിച്ച് അനൗദ്യോഗികമായ ചർച്ചകൾ സജീവമായിരുന്നു. എന്നാൽ ഈ വിമാനങ്ങൾ വാങ്ങുന്നതിനോ ലീസിനെടുക്കുന്നതിനോ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ താൽപ്പര്യമില്ലെന്ന് മുതിർന്ന വ്യോമസേനാ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ തന്ത്രപരമായ സാഹചര്യങ്ങൾക്കും പ്രതിരോധ ആവശ്യങ്ങൾക്കും ഇത്തരം ഭീമൻ വിമാനങ്ങൾ അനുയോജ്യമല്ലെന്ന ഉറച്ച നിലപാടിലാണ് വ്യോമസേന. ചരിത്രത്തിലുടനീളം പലതവണ റഷ്യ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും അവയുടെ പ്രായോഗികതയും ഭാരിച്ച ചെലവും പരിഗണിച്ച് ഇന്ത്യ എല്ലായ്പ്പോഴും വിമുഖത കാട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രധാന ഭീഷണികൾ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ളവയാണ്. ഇവ രണ്ടും ഏകദേശം 3000 മുതൽ 4000 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വരുന്ന മേഖലകളാണ്. റഷ്യയുടെയും അമേരിക്കയുടെയും പോലെ ആഗോളതലത്തിൽ ശക്തി പ്രകടിപ്പിക്കേണ്ട ഒരു സേനയാകാനല്ല, മറിച്ച് പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കാനാണ് ഇന്ത്യ നിലവിൽ മുൻഗണന നൽകുന്നത്. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള സുഖോയ് 30 MK വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് മിസൈലുകൾക്കും വരാനിരിക്കുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങൾക്കും ഈ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും. അതിനാൽ തന്നെ 10,000-ലധികം കിലോമീറ്റർ സഞ്ചാരപരിധിയിലുള്ള ഒരു തന്ത്രപ്രധാന ബോംബർ വിമാനത്തിന്റെ ആവശ്യകത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കുറവാണ്. പ്രവർത്തനപരമായ വെല്ലുവിളികളും സാങ്കേതികമായ സങ്കീർണതകളുമാണ് വ്യോമസേനയുടെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട മറ്റു കാരണങ്ങൾ. കേവലം 6-8 TU-160M വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ പോലും നൂറുകണക്കിന് വിദഗ്ധരായ പൈലറ്റുമാർ, നാവിഗേറ്റർമാർ, ഗ്രൗണ്ട് ക്രൂ എന്നിവർക്ക് പ്രത്യേക പരിശീലനം നൽകേണ്ടി വരും. ഇന്ത്യയിൽ നിലവിൽ ഇത്തരമൊരു പരിശീലന സംവിധാനമില്ലാത്തതിനാൽ ഇത് പൂർത്തിയാക്കുവാൻ തന്നെ 10 വർഷത്തോളം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. കൂടാതെ ശത്രു രാജ്യത്തിന്റെ ആകാശത്തേക്ക് കടക്കുമ്പോൾ ഈ വിമാനങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ സുഖോയ് അല്ലെങ്കിൽ റഫാൽ വിമാനങ്ങളുടെ അകമ്പടി കൂടി വേണ്ടിവരും. ഇത് നമ്മുടെ നിലവിലെ യുദ്ധവിമാനങ്ങളുടെ ശേഷിയെ മറ്റ് മേഖലകളിൽ നിന്ന് മാറ്റി ഇതിനായി മാത്രം ഉപയോഗിക്കേണ്ടി വരുമെന്ന സ്ഥിതി പോലും ഉണ്ടാക്കും. സാമ്പത്തികമായും വിഭവപരമായും നോക്കുമ്പോൾ ഇത്തരം ഒരു പുതിയ വിമാനത്തിന് വേണ്ടി മാത്രം പുതിയൊരു അറ്റകുറ്റപ്പണി സംവിധാനവും സ്പെയർ പാർട്സ് ശേഖരവും കെട്ടിപ്പടുക്കുന്നത് ഒട്ടും ലാഭകരമല്ല. നിലവിൽ ഇന്ത്യ നിക്ഷേപം നടത്തിയിട്ടുള്ള സുഖോയ് റഫാൽ ശൃംഖലകൾക്ക് പുറമെ മറ്റൊരു സമാന്തര സംവിധാനം കൂടി സൃഷ്ടിക്കുന്നത് അനാവശ്യമായ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. ഇന്ത്യയുടെ ആണവ പ്രതിരോധ സംവിധാനം കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും ആക്രമിക്കുവാൻ ശേഷിയുള്ള ട്രയാഡ് രീതിയിൽ സുരക്ഷിതമാണ്. റഫാൽ വിമാനങ്ങളും വരാനിരിക്കുന്ന 5ാം തലമുറ വിമാനമായ AMCയെയും ഈ ദൗത്യം ഭംഗിയായി നിറവേറ്റാൻ പ്രാപ്തവുമാണ്. ചുരുക്കത്തിൽ TU-160M ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണെങ്കിൽ കൂടി അത് ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾക്ക് അനുയോജ്യമല്ലെന്നാണ് വ്യോമസേനയുടെ വിലയിരുത്തൽ. ഭാരിച്ച നിക്ഷേപം ഇത്തരം ഭീമൻ വിമാനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതിനേക്കാൾ അത്യാധുനിക മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾക്കും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള പ്ലാറ്റ്ഫോമുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ഗുണകരമാകുക. സാങ്കേതിക വിദ്യയും ആയുധശേഷിയും സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ഇത്തരം വിദേശ വിമാനങ്ങൾ ലീസിനെടുക്കുന്നത് തടസ്സമാകുമെന്നും സേന വിശ്വസിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.